വൻ പതനത്തിലേക്ക് നീങ്ങുന്ന ഇറാൻ അമേരിക്കയുമായി ധാരണയ്ക്ക് യാചിക്കുന്നുവെന്ന് ഡൊണാൾഡ് ട്രംപ്. ചർച്ചകൾക്ക് തയ്യാറില്ലെന്നും അദ്ദേഹം ദി ട്രൂത്ത് സ്പെഷ്യലിൽ കുറിച്ചു. ഹോർമൂസ് തങ്ങളുടെ നിയന്ത്രണത്തിലെന്നും US സെൻട്രൽ കമാൻഡും അറിയിക്കുന്നുണ്ട്. ചർച്ചകൾ തുടരാനുള്ള ശ്രമം ഖത്തർ പ്രധാനമന്ത്രി നടത്തിയെങ്കിലും ഫലം കണ്ടില്ലെന്നാണ് സൂചന. പൂർണ്ണമായും തകർന്നടിഞ്ഞ ഇറാൻ സമാധാന ധാരണയ്ക്ക് യാചിക്കുകയാണെന്ന പരാമർശമാണ് ഡൊണാൾഡ് ട്രംപിന്റെ സമൂഹമാധ്യമക്കുറിപ്പിൽ പറയുന്നത്. ഒരു മാധ്യമപ്രവർത്തകനെ നൽകുന്ന വിശദീകരണം എന്ന നിലയ്ക്കാണ് സമൂഹമാധ്യമ പോസ്റ്റ്. ഒരു തരത്തിലുള്ള സമാധാന ചർച്ചകൾക്കും സാധ്യതയില്ലെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് വിശദീകരിക്കുന്നത്. അതേസമയം ഹോർമുസിന്റെ പരിപൂർണ നിയന്ത്രണം അമേരിക്കയുടെ കൈവശമെന്ന് US സെൻട്രൽ കമാൻഡ് അറിയിച്ചു. ഹോർമുസ് കടലിടുക്കിൽ ഇറാൻ സ്ഥാപിച്ച മൈനുകളെല്ലാം പൂർണ്ണമായി നീക്കം ചെയ്തതായും സെൻട്രൽ കമാൻഡ് വക്താവ് വ്യക്തമാക്കി. Hi, I'm Admiral Brad Cooper, Commander of U.S. Central Command, here with an operational update on 2 ongoing missions in the Middle East. Many of our 50,000 U.S. troops operating across the region are doing outstanding work executing the naval blockade against Iran while maintaining commercial traffic flow through the Strait of Hormuz. As recently announced, the U.S. military has achieved a major milestone in the Strait of Hormuz. We have successfully cleared sea mines in the Strait's international shipping lanes that were laid months ago by Iran's Islamic Revolutionary Guard Corps. Internationally recognized transit routes in the Strait are free of Iranian sea mines thanks to the incredible work of the U.S. military. ഇറാനുമായി സാമ്പത്തിക ഇടപാടുകൾ അവസാനിപ്പിക്കണമെന്ന് ഇക്കഴിഞ്ഞ ദിവസം മോസ്കോയിലെത്തിയ US സെൻട്രൽ ഇന്റലിജൻസ് ഏജൻസി ഡയറക്ടർ ജോൺ റാറ്റ്ക്ലിഫ് റഷ്യൻ ഭരണകൂടത്തോട് ആവശ്യപ്പെട്ടതായി റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. ചർച്ചകൾ പുനരാരംഭിക്കുന്നതിന്റെ ഭാഗമായി ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൽ റഹ്മാൻ അൽ താനി ഇന്നലെ ഇറാനിൽ എത്തിയിരുന്നു. ചർച്ചകൾ ഫലം കണ്ടില്ലെന്നാണ് സൂചന. അതിരൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് ഇറാൻ കടന്നുപോകുന്നത്. വൻതോതിൽ പണപ്പെരുപ്പവും തൊഴിൽ നഷ്ടവും രാജ്യത്തെ പിടിച്ചുലയ്ക്കുകയാണ്. മറ്റൊരു ആക്രമണം കൂടി താങ്ങാനുള്ള ശേഷി ഇറാന് ഉണ്ടാകില്ലെന്ന സൂചനയാണ് അന്താരാഷ്ട്ര നിരീക്ഷകർ നൽകുന്നത്. ന്യൂസ് ഡെസ്ക് ജനം.